നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നെയ്യാർ ഡാമിൻ്റെ ഈ സൈഡിലായിട്ടാണ്. പുരവിമല എന്നാണ് സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയണത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ വന്നപ്പോൾ അവിടെ നേരത്തെ കടത്ത് വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അങ്ങോട്ട് തുഴഞ്ഞു പോകുന്നുണ്ട്. ഒരു സ്പോട്ട് തപ്പി വന്നതാണ്, പക്ഷേ സ്പോട്ട് എനിക്ക് ഇതുവരെ ഒന്നും കൊണ്ട് കണ്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റിയില്ല. പുരവിമല CSI പുരവിമല എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു പള്ളിയൊക്കെ ഉണ്ട്. റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചർച്ചൊക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും അടുത്തൊരു കടവിൽ എത്തിയൊക്കെയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കടവും ഇതൊക്കെ തന്നെ. ഞാൻ കണ്ട പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. പക്ഷേ എനിക്കൊരു ഉറപ്പില്ല. കാര്യം ആരടുത്തും ചോദിച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് പോലും നേരെ അറിഞ്ഞുകൂടാ. നമ്മളെന്തായാലും തപ്പി വന്നിട്ട് വേറൊരു പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ പാലം വേറെ പാലമാണ്. നമ്മൾ പക്ഷെ നോക്കി വന്ന പാലം ഇതല്ലേ ഗൈസ്. ഈ പാലത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ കുമ്പിച്ചക്കടവ, അങ്ങനെ എന്തെങ്കിലും കണ്ടാണ് പറഞ്ഞത്. ഇതാ ഇതേ കണക്കിന് റോട്ടിൽ കൂടെ ഇറങ്ങി വന്നതായി ഈ വഴി നടന്നു പോയാണ് ആ പാലം കണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അന്വേഷിക്കുന്ന പാലം ഇതല്ലേ. നമുക്ക് എന്തായാലും പന്തപ്ലാമൂട് പാലം തപ്പി ഒന്നും കൂടെ വേറെ സ്ഥലത്തോട്ട് മാപ്പിട്ട് പോവാം. ഗൈസ് ഈ സ്ഥലത്ത് എത്താനായിട്ട് ഇച്ചിരി പാടുപെട്ട്. ഇതാണ് നമ്മൾ തിരക്കി നടന്ന പാലം. ഇതോ കണ്ട ഒരു വണ്ടി വരെയാണ്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ട്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരികയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് ചാടിയാൽ മതി. ഇവിടുത്തെ ഒരു വ്യൂ ആണ് ഗൈസ് ഇത്. സ്ഥലം ഈ പാലത്തിൻ്റെ പേര് കറക്റ്റ് എന്ന് പറയുമ്പോൾ പന്തപ്ലാമൂട് പാലം എന്നാണ്. പന്തം പാലം എന്ന് പറഞ്ഞിട്ട് പാലമുണ്ട്. ഞാൻ അപ്പോൾ പന്തം പാലം സെർച്ച് ചെയ്താണ് പോയത്. അങ്ങനെ എനിക്ക് വഴി തെറ്റി. പക്ഷെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി. പന്തപ്ലാമൂട് പാലത്തിലെത്തി. അമ്പൂരി, കറക്റ്റ് അമ്പൂരി. ഇതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പം ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഈ പാലം കണക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അടുത്തൊരു മലയിലോട്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ചുറ്റിനും മല മാത്രമേ ഉള്ളൂ ഗൈസ്. ആ ഏരിയയിലൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പാലം കടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വഴിയാണ് ആ വെള്ളച്ചാട്ടം എന്നാണ് അവിടെ ഒരു കടയിലിരുന്നൊരു മാമൻ പറഞ്ഞത്. ഇവിടെ ഈ വെള്ളച്ചാട്ടം എങ്ങോട്ടാണ്? വെള്ളച്ചാട്ടം അങ്ങോട്ടാണോ? ഓക്കെ, താങ്ക്സ്. കൂടെ പറഞ്ഞ വഴി കാണിക്കണ്ട കുഴപ്പമില്ല. ശ്രദ്ധിച്ച് കേട്ട വെള്ളം ചാടണ സൗണ്ട് കേൾക്കണുണ്ട്. പക്ഷേ വെള്ളച്ചാട്ടമാണെന്ന് അറിഞ്ഞുകൂടാ. മണ്ടേ കാണുന്ന പാറ അവിടേക്കാണ്, കൂനിച്ച് മലയൊക്കെ അവിടേക്കാണ് വരണത്. അപ്പോൾ ഈ പാറയുടെ മണ്ടേന്ന് പറഞ്ഞാൽ വെള്ളമാണ് സംഭവം. എനിക്ക് ഒരു പിടുത്തമല്ല ഗൈസ്. എവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് ഞാൻ കേട്ടത്. മാമൻ പറഞ്ഞു വെച്ചിട്ട് വലത്തോട്ടൊരു വഴിയുണ്ടെന്നാണ്. വലത്തോട്ട് ഈ ഒരു വഴിയാണ് ഞാൻ കണ്ടത്. രണ്ട് കൽപ്പിച്ചതാ ഇതിനെ മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. വലത്തോട്ടൊരു വഴി ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ ആള്. എങ്ങോട്ട് പോകണം ഒരു പിടുത്തമില്ല ഗൈസ്. ഇപ്പൊ തൽക്കാലം വലത്തോട്ട് കണ്ട ഒരു വഴി ഞാൻ കയറിയിട്ടുണ്ട്. എത്രത്തോളം ഈ വഴി പോവും, അതുപോലെ തന്നെ എത്രത്തോളം വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കും, നമുക്ക് അത്രത്തോളം അതിന്റെ കൂടെ പോവാം ഗൈസ്. ഇത് ഫുള്ള് റബ്ബർ കാടാണ് ഗൈസ്. റബ്ബർ കാട്ടിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു യാത്രയാണ് നമ്മളിപ്പോൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് വെള്ളം ചാടുന്നത് കണ്ടു. ഇവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നതും കാണാം ഗൈസ്. സീന് ഗൈസ്, മുറ്റുകാട് മുമ്പും. ഇതിപ്പോൾ മഴ സമയമൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും കുറച്ച് വെള്ളമൊക്കെ ചാടി വരണുള്ളൂ. വലിയൊരു സുഖമായിട്ട് എനിക്ക് തോന്നണില്ല. വലിയൊരു സുഖം ഇല്ല ഗൈസ് കണ്ടിട്ടും. കുറച്ച് വെള്ളം ഇങ്ങനെ പോണേ ഉള്ളൂ. ഇതിന് മുന്നേ അമ്പൂരിയിൽ വന്നിട്ടുണ്ട്. അന്ന് കിട്ടില്ല ഒരു സ്പോട്ടിലാണ് പോയത്. അന്ന് അവിടെ കുളിക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു സ്പോട്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റി ഞാൻ കൊടുത്തിരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ആക്കിയത് ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ അമ്പൂരിയിൽ ഇതൊക്കെ കാണാൻ വേണ്ടി ഉള്ളൂ. പിന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞ മീൻസ് ഈ ഒരു പാലം, പന്തംപ്ലാമൂട് പാലം, അതുപോലെ തന്നെ ഈ 2-3 കുറച്ച് വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ കുളിക്കാനുള്ള കുറച്ച് സ്പോട്ട്, അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്പൂരിയിൽ കാണാനുള്ള മെയിൻ സാധനം എന്നൊക്കെ പറയുമ്പോൾ പാറയാണ്. ഇഷ്ടം പോലെ കൂനിച്ചുമല, കുരിശുമല, കാളിമല. ഈ ഏരിയ വരണേന്ന് പറയുമ്പം ഈ തമിഴ്നാട് കേരള ബോർഡറിലൊക്കെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ശരിക്കും പാറയും മലയും, കാര്യം ബോർഡറൊക്കെയാണ്. ഇഷ്ടം പോലെ പാറയും മലയും കുറേ സാധനമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടിൽ നിന്ന് നമ്മൾ പോവുകയാണ്. കാര്യം മഴയുള്ള സമയത്ത് അവിടെ ചെന്നിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ വലിയ സുഖമായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ തപ്പി വന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിൻ്റെ അകത്ത് ഇത്രയൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ബാക്കി പാറയും കാര്യങ്ങളൊക്കെയാണ് കയറി നമ്മൾ കീഴടക്കാനുള്ളത്. ഇനി അതൊക്കെ മാത്രമേ ഇനി കാണാൻ വേണ്ടിയുള്ളൂ. എന്തായാലും ഉടനെ വരണം, ഇതിൽ തന്നെ വ്ളോഗിൽ ആഡാക്കും. ട്രാപ്പിട് പിറകുന്നൊരു ഓട്ടോറിക്ഷറുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് പിറകുന്നൊരു ഓട്ടോറിക്ഷറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ളോഗിൽ പുതിയൊരു സ്ഥലമായിട്ട് കാണാം. അതായിരിക്കും ബൈ. കാര്യം ഇവിടെ നിന്ന് ഇപ്പോൾ ഓടിപ്പോയില്ലെങ്കിൽ ഇനി ഓട്ടോറിക്ഷ വന്ന് നമ്മൾ ട്രാപ്പായി പോകും ഗൈസ്. അപ്പോൾ എന്തായാലും ഓക്കെ, വീണ്ടും ബൈ.